ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൊണ്ടോടുകൂടെ ചെമ്മീൻ ഫ്രൈ. ഇതിലേക്ക് പ്രോൺസ് തൊണ്ടോടെ എടുത്തിട്ടുണ്ട്. തലയൊക്കെ ക്ലീനാക്കി അഴുക്കൊക്കെ ക്ലീനാക്കി ഞാൻ അതിൻ്റെ പുറകു ഭാഗത്ത് ഇതുപോലെയൊന്ന് വെട്ടിക്കൊടുത്ത് ഉള്ളൊന്ന് തുറന്നെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം തുറന്ന് അതിൽ നാരൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല ക്ലീനാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, ചെറിയ ജീരകം, 1 സ്പൂൺ സോയാ സോസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യാനുസരണം, പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത്, ഉപ്പിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട്. അതുപോലെ കുരുമുളക് പൊടിയുടെ അളവും ശ്രദ്ധിക്കണം, മുളക് പൊടി ഇട്ടേക്കുന്നതുകൊണ്ട്. പിന്നെ ഒരു അര നാരങ്ങ പിഴിഞ്ഞത്. ഞാൻ എല്ലാ മീൻ കറികളുടെ കൂട്ടത്തിലും ഈ ഉലുവ വറുത്ത് പൊടിച്ചിടും. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഞാനിവിടെ 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിക്കുന്നുണ്ട്. പിന്നെ പാകത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ അരച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ഇരിക്കണം നമ്മുടെ പേസ്റ്റ്. ഇനി ഇത് നമുക്ക് ചെമ്മീനിൽ പിടിപ്പിച്ചെടുക്കാം. ഞാൻ ആദ്യം ചെമ്മീനിൽ നമ്മൾ വരഞ്ഞിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. ആദ്യം നമുക്ക് ഉള്ളിലേക്കാണ് മസാല ഞാൻ കൊടുക്കുന്നത്. പുറത്ത് അവസാനം ഞാൻ തേക്കുന്നില്ല എന്ന് പറയുന്നില്ല. കണ്ടോ, അവസാനം കുറച്ച് മസാല ഇട്ട് പുറം ഭാഗത്ത് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ 2 പാത്രങ്ങളിലായിട്ടാണ് എടുത്ത് വയ്ക്കുന്നത്. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്തുകൊണ്ട് നന്നായിട്ട് തന്നെ മസാലകൾ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ലതായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇടാവൂ, കാരണം നമ്മൾ അധികം നേരം ചെമ്മീൻ എണ്ണയിലിടുന്നില്ല. പ്രോൺസൊക്കെ കുറച്ച് നേരം മതി, പെട്ടെന്ന് തന്നെ വേവുന്നൊരു മീനാണ്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, പക്ഷെ അധികം നേരം ഫ്രൈ ചെയ്യാൻ വയ്ക്കുന്നില്ല. ഞാൻ ഇവിടെ ഫുള്ള് വറുത്തെടുത്ത് കഴിഞ്ഞു. സോ എല്ലാവരും തന്നെ ജസ്റ്റ് ട്രൈ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.